എന്താടാ നശിച്ച കൊതുകള് ഒരു 10 ഞാനിപ്പോ തല്ലി പോകുന്നുണ്ട്. എടാ എന്ത് ക്രൂരനാടാ നീ. എന്താടാ നീ ഇപ്പൊ കൊന്ന എത്ര പെണ്ണുങ്ങളെന്നറിയും? പെണ്ണുങ്ങളാ? എടാ ചോര കുടിക്കാൻ പറഞ്ഞൊക്കെ പെൺകൊതുകളാണ്. ആണുങ്ങളാരും ചോര കുടിക്കാൻ പറ്റത്തില്ല. എടാ ഈ കൊതുകിലുണ്ടല്ല, ഈ പെണ്ണുങ്ങള് അധികകാലം ജീവിക്കത്തില്ല. ഇതിൽ ആണുങ്ങളാണ് ഈ കൊതുകളിൽ കൂടുതലുള്ളത്. കാരണം എന്താ സംഭവം, ഇവര് ചോര കുടിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാരും അപ്പൊ തന്നെ തല്ലിക്കൊല്ലണല്ലേ. ജനിച്ച് വീണിട്ട് ഇവര് അപ്പൊ തന്നെ ചോര കുടിക്കാൻ ചെല്ലുമ്പോ അപ്പൊ തന്നെ മരണമാണ്. ഇവർക്ക് എത്ര നാളുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. അവരുടെയൊക്കെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ നീ ഒന്ന് ഓർത്തിട്ടുണ്ടാ? ഇപ്പൊ തന്നെ എടാ ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങി പോണേന്ന്, ഞാൻ ചോര കുടിക്കാൻ പോണേന്ന് പറയുമ്പോ അച്ഛനും അപ്പൂപ്പനൊക്കെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കും ഈ പെൺകൊതുകിനെ യാത്രയാക്കണത്. അപ്പൊ അവിടെ അമ്മയൊന്നും ഇല്ലേ? അവരും പെൺകൊതുകുകളല്ലേ. അവരും ചിലപ്പോ ഇതേപോലെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവരും ചോര കുടിക്കാൻ പോയപ്പോ ആരും തല്ലിക്കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. മോള് ഇതേപോലെ രാത്രി ചോര കുടിക്കാൻ പോണെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോ അവര് ഭയങ്കര ഹൃദയം തകർന്ന വേദനയിലായിരിക്കും ഇരിക്കണേ. എന്റെ മോളെ ഞാൻ ഇനി എപ്പോ കാണും. അപ്പൊ ഈ പോണ സമയത്ത് ഒരു വിഷമകരമായിട്ടുള്ള ഒരു പാട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വീട്ടുകാരും എല്ലാരും കൂടി ഇരുന്ന് കരഞ്ഞു പാടുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഞാൻ നിനക്ക് പാടിത്തരാം. ചോര കുടിക്കാൻ പോകും നേരം വിടവാങ്ങും കൊതുകച്ചി, ഒന്ന് കുത്താൻ ചെല്ലും നേരം അടികൊണ്ട് ചതഞ്ഞങ്ങ് ചാകുവാൻ ചെല്ലുന്നു നീ ചെവിയിൽ മൂളിക്കൊണ്ട്. ചോര കുടിക്കാൻ പോകും നേരം വിടവാങ്ങും കൊതുകച്ചി, ഒരു തുള്ളി ചോരക്കായി നീ ചാകുന്നു ചതഞ്ഞ് ചമ്മന്തിയായി. ബാറ്റുണ്ടേൽ ഷോക്കടിച്ച് നീ കരിഞ്ഞ് കരിക്കട്ട് ആവുന്നുവോ? ഒരു തുള്ളി ചോരക്കായി നീ ചാകുന്നു ചതഞ്ഞ് ചമ്മന്തിയായി. ബാറ്റുണ്ടേൽ ഷോക്കടിച്ച് നീ കരിഞ്ഞ് കരിക്കട്ട ആവുന്നുവോ? ചിലവരൊക്കെ പോയാൽ തിരിച്ചു വരും, ചിലവര് ഇതേപോലെ അടികൊണ്ട് ചമ്മന്തിയായി പോവും. അപ്പൊ അതേപോലെ നിന്റെ അടുത്തും ചോരയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് രാറ്റയും ബൈ ബൈയും പറഞ്ഞ് ഈ പാട്ടും പാടി വന്നതായിരിക്കും. നീ അടിച്ചു കൊന്നില്ലേ 10 ഇതേപോലെ എത്ര പേരെ കൊല്ലണുണ്ടാവൂല്ലേ? അയ്യോ എന്റെ കാലിലും വന്നേക്കും. അത് നമ്മളെ കാലിലും വന്ന് കടിക്കും. ഇതിപ്പോ വീട്ടുകാരുടെ ഒരു വിഷമം. ഇനിയിപ്പോ വേറൊരു വിഷമമുണ്ട്. അതായത് പെണ്ണുങ്ങളുടെ പുറകെ കിടക്കണ ഈ ആൺകൊതുകുകളൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ ഈ ആൺകൊതുകുകളുടെ പ്രശ്നം എങ്ങനെയായിരിക്കും? അപ്പൊ അതായത് ഈ ആൺകൊതുകുകൾക്ക് അറിയാം ഈ പെൺകൊതുകുകളുടെ കൂടെ അധിക നാള് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇവര് അധിക നാള് നമ്മുടെ ഭാര്യയായിട്ട് ഇരിക്കത്തില്ലെന്ന്. കാരണം അവർക്കറിയാം ചോര കുടിക്കാൻ പോയ വെറുതെ തല്ലുകൊണ്ട് ചാകുന്നു. പക്ഷെ ഇവന്മാർക്ക് അടുത്ത തലമുറനെ നയിക്കണമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുട്ടയിടാൻ കൊതുകുകൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊതുകുകളുടെ പുറകെ നടക്കണമല്ല, സെറ്റാക്കണമല്ല ഈ പെൺകൊതുകുകളെയൊക്കെ. അപ്പൊ അതിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊതുക് ചെറുക്കന്മാരെല്ലാരും ഈ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ഒരു പാട്ട് പാടും. പെൺകൊതുകുകളുടെ പുറകെ നടന്ന് ആൺകൊതുകുകൾ പാടുന്ന ഒരു പാട്ടിലോട്ട് നമുക്ക് പോകാം. ഇരുട്ട് ആവുമ്പോൾ സൂര്യൻ താഴുമ്പോൾ ചോര ഊറ്റാൻ പോകുന്ന കൊതുകച്ചി, മൂളിക്കൊണ്ട് ചെല്ലുമ്പോൾ കാലിൽ കുത്താൻ പോകുമ്പോൾ കയ്യും കൊണ്ട് വാങ്ങും തല്ല് കൊതുകച്ചി. ചോര ഊറ്റിക്കൂടിച്ചങ്ങ് വീർത്തു വയറും കൊണ്ട് പറക്കുവാൻ വയ്യാതായി. മുക്കി മൂളി പറന്ന നേരം ചമ്മന്തിയുമായി കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൂടെ മൂളി പറക്കുവാൻ വാടി. കൊതുകച്ചി കൂടെ വന്നിട്ട് വല്ല കെട്ടിയ വെള്ളത്തിൽ മുട്ടായിട്ട് ഇട്ട് നിറയ്ക്കുവാൻ വാടി കൊതുകച്ചി. നമുക്ക് ഇല്ലാധികം നാൾ ചാകുവാൻ അടികൊണ്ട്. കൊതുക് ബാറ്റും കൊതുക് തിരിയും ഉണ്ടെങ്കിൽ ചാകാനായി നമ്മൾക്ക് കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൂടെ മൂളി പറക്കുവാൻ വാടി. കൊതുകച്ചി കൂടെ വന്നിട്ട് വല്ല കെട്ടിയ വെള്ളത്തിൽ മുട്ടായിട്ട് ഇട്ട് നിറയ്ക്കുവാൻ വാടി കൊതുകച്ചി. ഒരു കൊതുകച്ചിനെ പ്രേമിക്കാൻ
ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ കൊതുകച്ചിമാരി ചെല്ലും. എന്നിട്ട് ആ മുട്ടയിട്ട് കഴിയുമ്പോ ഇതേപോലെ ചോര ഊറ്റാൻ ചെല്ലുന്ന സമയത്ത് അടികൊണ്ട് ചമ്മന്തിയാവും. പിന്നെ ഈ ആൺകൊതുകുകളും മരിക്കൂട്ടാ. പക്ഷെ ആൺകൊതുകുകൾ മരിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ കൊതുക് തിരി വേണം, അല്ലെങ്കിൽ കൊതുക് ബാറ്റ് വേണം. മനുഷ്യന്മാരുടെ പെണ്ണുങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കൊതുക് പെണ്ണുങ്ങൾ. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് മൂളിക്കൊണ്ട് എല്ലാം തല്ലി വാങ്ങിക്കാനായിട്ട് വെറുതെ ഇങ്ങനെ നിന്ന് കുത്തി അടി വാങ്ങിക്കും. കൊതുക് പെണ്ണുങ്ങൾ ഒരു കാര്യം അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കണ സമയത്താണെങ്കിൽ ഇവര് നമ്മളെ കുത്താൻ പറഞ്ഞല്ലോ, കുത്തിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചടിക്കോ എന്നറിയാനായിട്ട് ഇവര് നമ്മുടെ ചവിട്ടി ഒന്നൊന്ന് മൂളി നോക്കും. ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കും, ഓടിച്ചു വിടും. ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് മൂളിയിട്ട് നമ്മൾ മൂളിയിട്ട് വന്നിട്ട് നമ്മളെ കുത്തി ചോരെടുത്തിട്ടും പോകും. നീ ഒന്നുകൂടി മൂളി. കറക്റ്റ് കൊതുകിന്റെ പോലെയല്ലോ വെറൈറ്റി. അത് ഇത്രയും നാള് മൂളിക്കൊണ്ടിരുന്ന ഒരു സയന്റിഫിക്കൽ മൂവ്മെന്റ് ആയിരുന്നില്ലേ? പിന്നല്ലാണ്ട് അവര് വെറുതെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് മൂളണത്. ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരേ ഒരാളെ ഇന്നിപ്പോ നിലവിൽ ജീവിച്ചിരിപ്പുള്ളൂ.